ഞാൻ ഈ സീറ്റിലിപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലാണ് ഇരിക്കുന്നത്. റിപ്പോർട്ടർ ടി വി രണ്ടാമത് റീലോഞ്ച് ചെയ്തതിന് ശേഷം വലിയൊരു എഡിറ്റോറിയൽ ടീമാണ് നമ്മുടെ ഭാഗമായി വന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, നികേഷ് കുമാർ, അരുൺകുമാർ, അങ്ങനെ ഒരു വലിയ ടീമാണ്. അപ്പം നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്ര വലിയ ടീം വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ റിപ്പോർട്ടർ ടി വിയിൽ എന്ന് പറഞ്ഞ് നമ്മളെ അപഹസിച്ച ആൾക്കാരുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മാർച്ച് 15-ാം തീയതി തുടങ്ങി നിരന്തരം നമ്മൾ ഇലക്ഷനെ ഫോളോ ചെയ്യായിരുന്നു. ഒരു ഇലക്ഷൻ ചാനൽ എങ്ങനെയാണ് എന്ന് നമ്മൾ കാണിച്ചു തന്ന സമയമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഓരോ മണ്ഡലത്തിൽ കൂടി പോയി ഇഴകീറി നമ്മൾ പരിശോധിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു ഇലക്ഷനെ നേരിടേണ്ടതെന്ന് നമ്മൾ ഇഴകീറി പരിശോധിക്കുകയായിരുന്നു. അതിൽ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി തോൽക്കും, ഇന്ന മണ്ഡലത്തിൽ തോൽക്കും എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയിലെ മാധ്യമ സംസ്കാരം തന്നെ അതിനെ നമ്മൾ എക്സിറ്റ് പോൾ കണ്ടതാണ്. നമ്മൾ എക്സിറ്റ് പോൾ 401, 425 വരെ പ്രവചിച്ചിട്ടുണ്ട്. മോദി 400 എന്ന് പറഞ്ഞപ്പോൾ 425 വരെ പ്രവചിച്ച എക്സിറ്റ് പോളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ, നികേഷ് കുമാറൊക്കെ പറഞ്ഞത് കേട്ടത്, അരുൺകുമാർ പറഞ്ഞത് കേട്ടത്, സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് കേട്ടത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മളത് കടന്നു പോയിരുന്നു. ആ സ്ഥലങ്ങൾ നമ്മൾ കടന്നു പോയിരുന്നു. നമ്മളെ പരിഹസിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. നിങ്ങൾക്ക് എവിടുന്നാണ് ഈ കണക്ക് കിട്ടിയത് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ കഴിഞ്ഞ ഏകദേശം 42 മണിക്കൂറാണ് നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ എഡിറ്റോറിയൽ ടീം വിശകലനം ചെയ്ത് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ പോയി, എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ പോയി. എല്ലാ സ്റ്റേറ്റിലും നമ്മൾക്ക് കണ്ടത് എന്താണ്, ഓരോ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ ഇത്ര വോട്ട് കുറയും എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ എത്തി നിന്ന് എത്ര 240-ലാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സ്മൃതി. നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു 15 ദിവസം മുൻപ്, 16 ദിവസം മുമ്പ് മീറ്റ് എഡിറ്റേഴ്സിൽ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം എനിക്ക് തോന്നുന്നു PCR ഉണ്ട് തോന്നുന്നുണ്ട്. പറ്റിയാണെങ്കിൽ ആ PCR ആ പ്രവചനം ഒന്ന് കാണിച്ചാൽ എന്താണ് നമ്മുടെ എഡിറ്റോറിയൽ ടീം ഇവിടെ കാണിച്ചത് എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. PCR ഒന്ന് പ്ലേ ചെയ്യാവോ? BJPക്ക് തന്നെ ആശങ്കയുണ്ട് ഇക്കുറി നല്ല നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്ന്. ഞാൻ 2 കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല. ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ട് ഈ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയുന്നു, അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ 2ാം ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ്. ആദ്യഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ്, എത്ര സീറ്റുകൾ കുറയുമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ പറയുന്നത് 303 സീറ്റുകളാണല്ലോ BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത്. ആ 303 സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല. ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം 8 സീറ്റുകൾ BJPക്ക് കുറയും. 303-ൽ 8 സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം 295-ലേക്ക് കുറഞ്ഞു എന്നാണ്. 295-ൽ എത്തി നിൽക്കുന്ന BJPക്ക് 15 സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും. അപ്പോൾ 280 സീറ്റിലേക്ക് BJP താഴുന്നു. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ 4 സീറ്റുകൾ BJPക്ക് നഷ്ടമാകും. അപ്പോഴേക്കും 3 സീറ്റുകൾ നഷ്ടമാകും. 277-ലേക്ക് വരുന്നു. 272-ആണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് BJPയെ കാത്തിരിക്കുന്നത്. 14 സീറ്റുകൾ കുറയും. അപ്പോൾ BJPയുടെ അംഗബലം 256-ആയിട്ട് കുറയുന്നു. ഇനി ഛത്തീസ്ഗഡ്, ആസാം, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 10 സീറ്റ് കുറയും. 246 സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം BJP കൂപ്പുകുത്തും. അതായത് BJPക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല. ഇനി BJP എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം. BJP ആകെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ മാത്രമാണ്. TDPയുമായി അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായി അവിടെ 2-3 സീറ്റുകൾ അവിടെ ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 249 സീറ്റിലേക്ക് BJP എത്തിച്ചേരും. കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം BJP സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട്, പശ്ചിമ ബംഗാൾ. 18 സീറ്റാണ് അവിടെ കിട്ടിയത്. BJP പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത്. ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല. ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും. 2-3 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും. ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു 240 സീറ്റിലേക്ക് BJP വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ സ്മൃതി പരുത്തിക്കാട്, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ലിസ്റ്റിൽ കാണുന്ന സംഖ്യ എത്രയാണെന്നറിയോ സ്മൃതിക്ക്? 239 എന്ന് പറഞ്ഞാൽ 240. ഒരു സീറ്റ് അങ്ങോട്ടോ ഒരു സീറ്റ് ഇങ്ങോട്ടോ വന്ന് കറക്റ്റായിട്ട് വന്ന് നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മൾ വെറുതെ ഇങ്ങനെ വിടുവായിത്തരം പറഞ്ഞതല്ല. നമ്മൾ ഓരോ മണ്ഡലത്തിൽ പോയി പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ കണക്കുകളെടുത്ത് ഇത്രയും വർഷത്തെ പാരമ്പര്യം എന്താണ്, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം എന്താണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ കാണിച്ച ഭാഗമാണ് നമ്മളെ കണ്ടത്. എൻ്റെ